നമ്മൾ ഈ വീഡിയോയിൽ ഉബുണ്ടുവിൽ എങ്ങനെയാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക ആ സ്റ്റെപ്പിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമ്മൾ എല്ലാ ടൂൾസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തില്ല. അതിൽ ഡാർട്ട് പ്രോഗ്രാമിംഗ് മാത്രം ചെയ്യാനുള്ള ടൂൾസ് മാത്രമേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ ഫ്ലട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്ക് ആദ്യം ഫ്ലട്ടർ ഡോക്ടർ ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആൻഡ്രോയിഡ് ടൂൾ ചെയിൻ പിന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നോട്ട് ഇൻസ്റ്റാൾഡ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ് ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ ഗൂഗിളിൽ പോയി ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെർച്ച് ചെയ്യുക. എന്നിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ developer.android.com അതിലോട്ട് കയറുക. എന്നിട്ട് നേരെ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ഫസ്റ്റ് തന്നെ ഉണ്ടാവും, ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഓക്കെ, ഡൗൺലോഡ് അല്ല, കോഡ്ലിനോട്ടാണ് പോയത്. ഓക്കെ, ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഡൗൺലോഡ് അറൗണ്ട് 935 MB സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് അൺസിപ്പ് ചെയ്യാം. അൺസിപ്പ് ചെയ്യാൻ ഡൗൺലോഡ്സിൽ പോയി അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡറിലോട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഹോമിലോട്ട് തന്നെ എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എക്സ്ട്രാക്ട്, നേരെ ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. അപ്പോൾ സാധാരണ വിൻഡോസിലോ അല്ലെങ്കിൽ മാക്കിലോ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യലോ ചെയ്യുന്നത്. ഇതിലൊരു സ്ക്രിപ്റ്റ് ഫയൽ ഉണ്ട്, ആ സ്ക്രിപ്റ്റ് ഫയലാണ് നമ്മൾ റൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഹോം ഫോൾഡറിലുള്ള ആൻഡ്രോയിഡ് ഫോൾഡറിലോട്ട് പോവാം. അതിൽ ബിൻ ഫോൾഡറിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ഈ studio.sh എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഫയലാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ studio.sh ഔട്ട് റൺ ചെയ്യുക. അപ്പോൾ SH ഫയൽ റൺ ചെയ്യാൻ ./studio.sh. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അവിടെ തുറന്നു വരും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇമ്പോർട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റിംഗ്സ് ഇമ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനിപ്പോൾ കറൻ്റ്ലി ഇമ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. ഡു നോട്ട് ഇമ്പോർട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, സ്റ്റുഡിയോ ഓപ്പൺ ആവും. ഓക്കെ, ഡോണ്ട് സെൻഡ് കൊടുക്കുക. നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ സ്റ്റുഡിയോൻ്റെ സെറ്റപ്പ്. അവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് സെറ്റിങ്സ് വേറെ കസ്റ്റമായിട്ട് ചെയ്യേണ്ടില്ല, നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ഫോളോ ചെയ്യാം. നമ്മൾ കോഡ്ലിൻ അല്ല യൂസ് ചെയ്യുന്നത്, ഡാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്ഡേറ്റ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ദെൻ നമ്മുടെ കളർ മോഡ് സബ്ജക്റ്റീവ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ലൈറ്റ് മോഡാണോ അല്ലെ ഡാർക്ക് മോഡാണോ? ഡാർക്ക് മോഡ് ആണെങ്കിൽ ഡാർക്ക് കളർ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും പാക്കേജസ് ഇനീഷ്യലായിട്ട് കുറച്ച് ഡൗൺലോഡ്സ് ഉണ്ട്. അപ്പോൾ അറൗണ്ട് 576 MB ഡൗൺലോഡ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. ആ 576 MB ഡൗൺലോഡ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ആൻഡ്രോയിഡ് എമുലേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് നമ്മൾ ബയോസിൽ പോയിട്ട് എനേബിൾ ചെയ്യണം. അപ്പോൾ ബയോസ് എന്ന് പറയുന്നത് പല സിസ്റ്റത്തിനും പലതരത്തിലായിരിക്കും, സിസ്റ്റമായിട്ട് സബ്ജക്റ്റീവ് ആയിരിക്കും അത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എങ്ങനെയാണ് വിർച്വലൈസേഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളത്. വിർച്വലൈസേഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് എമുലേറ്റർ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ ഡിസ്പ്ലേ കാണിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ബ്ലാങ്ക് സ്ക്രീൻ ആയിരിക്കും കാണിക്കുക എമുലേറ്ററിൽ. അപ്പോൾ വിർച്വലൈസേഷൻ എനേബിൾ ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഫിനിഷ്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് SDK ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിനിഷ് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് SDKs. ഇപ്പോൾ ഓരോ ആൻഡ്രോയിഡ് വെർഷനും ഓരോ SDK ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം SDK മാനേജറിൽ പോയിട്ട് SDK ഡൗൺലോഡ് ചെയ്യാം. അതിന് മോർ ആക്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് SDK മാനേജർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ SDK ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് നേരിട്ട് ആൻഡ്രോയിഡ് SDK പോവുക. ഇൻ കേസ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് SDK ഡയറക്റ്റ് ഓപ്പൺ ആയി വന്നില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആൻഡ് ബിഹേവിയർ ടാബിൻ്റെ ഉള്ള താഴെ സിസ്റ്റം സെറ്റിംഗ്സ്, അതിൻ്റെ ചൈൽഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് SDK ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എല്ലാ SDK നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ട, കോമൺ ആയിട്ടുള്ള കുറച്ച് SDK മാത്രം സെലക്ട് ചെയ്താൽ മതി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6, അതിന് തൊട്ട് മുമ്പുള്ള Q,
ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്യുക. പിന്നെ ഉള്ളത് നമുക്ക് SDK ടൂൾസ് ആണ്. അപ്പോൾ SDK ടൂൾസിലായ ആൻഡ്രോയിഡ് SDK ബിൽഡ് ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ആൻഡ്രോയിഡ് SDK കമാൻഡ് ലൈൻ ടൂൾസ് ഇത് എന്തായാലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. കാരണം ഫ്ലട്ടറിൻ്റെ മിക്ക കമാൻഡ്സും വർക്ക് ചെയ്യണം. ആൻഡ്രോയിഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് കമാൻഡ്സ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ആൻഡ്രോയിഡ് SDK ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം, കമാൻഡ് ലൈൻ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ആൻഡ്രോയിഡ് എമുലേറ്റർ, പിന്നെ ആൻഡ്രോയിഡ് SDK പ്ലാറ്റ്ഫോം ടൂൾസ് ഇത്രയും നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഓക്കെ കൊടുക്കുക, ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ്, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ആയിക്കോളും ഓട്ടോമാറ്റിക്. അപ്പോൾ നമ്മുടെ കമ്പോണൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിനിഷ് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. നെക്സ്റ്റ് ഇനി നമുക്കൊരു എമുലേറ്റർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എമുലേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ മോർ ആക്ഷൻസിൽ AVD ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് അത് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് വിർച്വൽ ഡിവൈസ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ആൻഡ്രോയിഡ് എമുലേറ്റേഴ്സ് കാണാൻ പറ്റും. പിക്സൽ XL 5, 4 XL. നമുക്ക് തൽക്കാലം പിക്സൽ 4 എടുക്കാം, കാരണം അതിൽ പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് അതുപോലെ പ്ലേ സർവീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആപ്പുകൾ നമുക്ക് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലേ സ്റ്റോർ ഉള്ള എമുലേറ്റർ ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ആൻഡ്രോയിഡിൻ്റെ OS ഉണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ റെക്കമെൻഡ് ആയിട്ടുള്ള കുറച്ച് OS ഉണ്ട്. അതിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6 ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ OS ഡൗൺലോഡായി അൺസിപ്പ് ആയിട്ടുണ്ട്. ഇനി ഫിനിഷ് കൊടുക്കുക. നമുക്ക് 6 സെലക്ട് ചെയ്യാം, ഒന്ന് റീഫ്രഷ് ചെയ്യാം, നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് 6 സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ എമുലേറ്ററിൻ്റെ കുറച്ച് AVD നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ. പിന്നെ എനേബിൾ ഡിവൈസ് ഫ്രെയിം, ഡിവൈസിൻ്റെ ഫ്രെയിം നമുക്ക് ആവശ്യമില്ല, നമുക്ക് അത്ര സ്പേസ് അവിടെ ലാഭിക്കാം. അപ്പോൾ ആൻഡ്രോയിഡ് KVM നോട്ട് ഫൗണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്, നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ബയോ സെറ്റിംഗ്സിൽ പോയിട്ട് വിർച്വലൈസേഷൻ എനേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് എനേബിൾ ചെയ്തിട്ട് വരാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാം. പോർട്രേറ്റ് ആയി, ഡിവൈസ് ഫ്രെയിം ഓഫ് ചെയ്തു, പിന്നെ ഫിനിഷ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് എമുലേറ്റർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ KVM നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വിർച്വലൈസേഷൻ പോയി എനേബിൾ ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാവരും വിർച്വലൈസേഷൻ ഓൺ ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ എമുലേറ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഈ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലോഞ്ച് എമുലേറ്റർ. ഓക്കെ, ഇപ്പോൾ ലോ സ്പെക്ക് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ റാം കുറവുള്ള ഡിവൈസ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എമുലേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പിളായിട്ട് ഒരു ഫ്ലട്ടർ പ്രൊജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫ്ലട്ടർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡാർട്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡാർട്ട് ക്രിയേറ്റ് പ്രൊജക്ട് നെയിം ആണ് കൊടുത്തത്. അതേപോലെ തന്നെ ഫ്ലട്ടർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഫ്ലട്ടർ ക്രിയേറ്റ് പ്രൊജക്ട് നെയിം. ഒരു സാമ്പിൾ പ്രൊജക്റ്റ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും അലൗഡ് അല്ല, നമുക്ക് അണ്ടർസ്കോർ വെച്ച് റീപ്ലേസ് ചെയ്യാം. സാമ്പിൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഫയൽസ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ലോഗ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, കോഡ് സാമ്പിൾ പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ പ്രൊജക്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റ് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലട്ടർ റൺ എന്ന് പറഞ്ഞൊരു കമാൻഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടെർമിനൽ ന്യൂ ടെർമിനൽ കൊടുക്കുക. അപ്പോൾ താഴെ ഒരു ടെർമിനൽ തുറന്നു വരും. അവിടെ നമുക്ക് ഫ്ലട്ടർ റൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ഏത് ഡിവൈസാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലോട്ട് ആ പ്രൊജക്റ്റ് റൺ ആവും. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് റൺ ആയിട്ട് കൗണ്ടർ ആപ്പ് തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ടെംപ്ലേറ്റ് പ്രൊജക്റ്റാണ്, നമ്മൾ കോഡൊന്നും എഴുതിയില്ല, പക്ഷേ ഇവിടെ കോഡ് റണ്ണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പിളായിട്ടൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്ലട്ടർ എന്നൊരു ടെംപ്ലേറ്റ് പ്രൊജക്റ്റ് ആയിരിക്കും നമുക്ക് തരാം. അപ്പോൾ ആ ടെംപ്ലേറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടർ ആപ്പ് ആണ്. നമ്മൾ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ താഴെയുള്ള ബട്ടൺ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കൗണ്ടർ 1 2 3 4 5 ഇൻക്രിമെന്റ് ചെയ്ത് പോകും. ഇതാണ് ആ ടെംപ്ലേറ്റ് പ്രൊജക്റ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ടാസ്കുകളും കറക്റ്റ് ആണ്. നമ്മൾ ചെയ്ത ഫ്ലട്ടർ പ്രൊജക്റ്റ് കറക്റ്റായിട്ട് റണ്ണിങ് ആണ്. അതുകൊണ്ടാണ് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് റണ്ണിങ് ആയത്. അപ്പോൾ ഇത്രയും ടാസ്കുകളാണ് നമ്മൾ ഉബുണ്ടു സിസ്റ്റത്തിൽ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ ഫ്ലട്ടറിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള വിഡ്ജറ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.